മുണ്ടക്കയിലെ ദുരന്തത്തിൽ തൻ്റെ കുടുംബത്തിലെ സഹോദരനെയും ഭാര്യയെയും അച്ഛനെയും അമ്മയെയും 2 മക്കളെ നഷ്ടപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. കിഴക്കേ തെക്കുംകരയിൽ മനോജിൻ്റെ സഹോദരൻ മഹേഷ്, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, അച്ഛൻ, അമ്മ എന്നിവരെയാണ് കാണാതായത്. മനോജിൻ്റെ അച്ഛൻ്റെ മൃതദേഹം ചൂരൽമല പാലത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തി. ഭാര്യയെ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ 2 കുഞ്ഞുങ്ങളെയും അമ്മയെയും കുറിച്ചുള്ള വിവരം ഇതുവരെ ഒന്നും ലഭിച്ചിരുന്നില്ല. അതിനിടയിലാണ് നമ്മൾ വാർത്ത നൽകിയത്. ഇപ്പോൾ മകൻ അവ്യക്തിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. മകനിപ്പോൾ ചികിത്സയിലാണ്. ഇപ്പോൾ ഈ മഹേഷിൻ്റെ സഹോദരൻ മനോജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് അവ്യക്തിൻ്റെ ആരോഗ്യനില? ഇപ്പോൾ തൃപ്തികരമാണ്. ഇപ്പോൾ കോളേജിൽ ICUയിലുള്ളത്. വെന്റിലേറ്ററിൽ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ തിരച്ചിൽ നടത്തിയ സമയത്ത് ആ ഭാഗത്തു നിന്നാണ്, എവിടെ നിന്നാണ് അവ്യക്തിനെ കണ്ടെത്തിയത്? അത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത് കുഞ്ഞിനെ. അത് വേറൊരു ഫാമിലി അവരുടെ മോനാണെന്ന് കരുതി കൊണ്ടുപോയി കോളേജിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾ മാറി അതെ ആൾ മാറി ചികിത്സിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് വേറൊരു പത്രപ്രവർത്തകൻ ഒരു വീഡിയോ തരികയും അതിന് തിരിച്ചറിയുകയും ചെയ്ത് ഞങ്ങൾ കോളേജിൽ പോയത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയത്. മനോജിൻ്റെ വീടിന് സമീപത്ത് ഇപ്പോൾ വീടിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ബാക്കിയായതോ ഒന്നുമില്ല. പുഴ ഗതിമാറി ഒഴുകുകയാണ്. വലിയ പാറക്കല്ലുകളും ചെളിയും വന്നടിഞ്ഞ് വീട് നിൽക്കുന്ന സ്ഥലത്ത് കൂടി ഇപ്പോൾ പുതിയതായി രൂപം കൊണ്ട ഒരു നീർച്ചാലാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മകൻ അവ്യക്തിനെ ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. മകൾ ആരാധ്യയെ കണ്ടുകിട്ടിയിട്ടില്ല. തിരച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ ആരാധ്യയെയും അമ്മ ഓമനയെയും കണ്ടെത്തുമെന്നാണ് നമ്മളുടെയും പ്രതീക്ഷ. അതിനായുള്ള പ്രാർത്ഥനയിലാണ് ഈ മുണ്ടക്കയിലെ ആളുകളും. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.